കേരളം കണ്ടതാണ് അവൻ ചെയ്തത്. ഡിജിറ്റൽ തെളിവുകളായും ഇരകളുടെ ദയനീയമായ രോദനങ്ങളായും ആ ക്രൂരതകൾ നമ്മുടെ കൺമുന്നിലുണ്ട്. അത് മായ്ച്ചു കളയാൻ ഒരു PR അഭിമുഖത്തിനും കഴിയില്ലെന്ന് പ്രബുദ്ധ കേരളം വിശ്വസിച്ചിരുന്നു. പക്ഷേ നമ്മൾ തെറ്റിദ്ധരിച്ചു. ഇവിടെ വെളുപ്പിക്കൽ ഒരു ചാനൽ പരിപാടി തന്നെയായി മാറിയിരിക്കുന്നു. എല്ലാം മൊബൈലിലുണ്ട്, കാണിച്ചു തരാം പറയുമ്പോൾ എനിക്ക് കാണേണ്ട നോക്കേണ്ട എന്ന് മറുപടി നൽകുന്ന ആ മാധ്യമ സുഹൃത്ത്. കൊന്നത്തെങ്ങിന്റെ നീളം ഉണ്ടായിട്ട് കാര്യമില്ല, കുനിഞ്ഞു കൊടുത്ത് ശീലായിപ്പോയി അല്ലേടാ അധമ മാപ്രേ. വാക്ചാതുരി കൊണ്ട് കളിക്കുന്ന ഒരു ക്രിമിനലിന്റെ ന്യായീകരണങ്ങൾക്ക് മുന്നിൽ പൂച്ചയെ പോലെ പതുങ്ങിയിരുന്ന് തലയാട്ടുന്ന ഈ പണിക്ക് പേര് മാധ്യമ പ്രവർത്തനം എന്നല്ല. ഇതിനെ വിളിക്കാൻ ഒരൊറ്റ പേരേ ഉള്ളൂ, കൂട്ടിക്കൊടുപ്പ്. ചാനൽ ചർച്ചയ്ക്ക് മുമ്പുള്ള നിന്റെ ആ കഥാപ്രസംഗമല്ല ഹാഷ്മി. നീതിക്ക് വേണ്ടിയല്ല, റേറ്റിംഗിനും പണത്തിനും വേണ്ടി ഇരകളെ വീണ്ടും കൊല്ലാൻ വിട്ടുകൊടുക്കുന്ന ഈ പരിപാടി നിർത്തിക്കൂടെ? മാന്യമായി നയിച്ച് തിന്നൂടെ നിനക്കൊക്കെ? എത്ര വലിയ കറയുണ്ടെങ്കിലും വൈറ്റ് വാഷ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കപ്പെടും. ബന്ധപ്പെടുക 24 ന്യൂസ്. ആസ്ഥാനം മര്യാദ പണയം വെച്ച സ്റ്റുഡിയോകൾ. ഹാഷ്മി താജ് ഇബ്രാഹിം. ഓർക്കുക, നിങ്ങൾ കുഴിച്ചു മൂടുന്നത് ഇരകളുടെ നീതിയെ മാത്രമല്ല, വിശ്വസിച്ച് ചാനൽ കാണുന്ന ജനങ്ങളുടെ കണ്ണിൽ കൂടിയാണ് മണ്ണ് വാരിയിടുന്നത്. കഷ്ടം.